തിരുവനന്തപുരം നഗരം നേരിടുന്ന കുടിവെള്ള പ്രശ്നം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പമ്പിംഗ് തുടങ്ങിയെങ്കിലും തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ പരിധിയിൽ ജലവിതരണം പൂർണ്ണമായ അർത്ഥത്തിലായില്ല. നേമവും വട്ടിയൂർക്കാവും കരമനയും അടക്കം നിരവധി ഭാഗങ്ങളിൽ ഇപ്പോഴും വെള്ളം എത്തിയിട്ടില്ല. വിവരങ്ങളുമായി നേമത്ത് നിന്നും അഖിൽ പാലോട്ടുമടവും രശ്മി കാർത്തികയും ചേരുകയാണ്. ആദ്യം രശ്മി കാർത്തികയിലേക്ക്. രശ്മി, 2 ദിവസമായി തുടരുന്ന പ്രശ്നമാണ് തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളം കിട്ടാതായ പ്രശ്നം. ഇന്ന് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും, എല്ലാ സ്ഥലത്തും ഇന്ന് വെള്ളം എത്തുമെന്നായിരുന്നു കോർപ്പറേഷൻ്റെയും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെയൊക്കെ അറിയിപ്പ്. പക്ഷേ ഇപ്പോഴും പലയിടങ്ങളിലും വെള്ളം എത്തുന്നില്ല. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഞാൻ ഇപ്പോഴുള്ളത് നേമത്താണ്. ഈ ഭാഗത്ത് എവിടെയും വെള്ളം എത്തിയിട്ടില്ല. നമുക്ക് ഇതൊരു പൊതു പൈപ്പാണ്. ഈ പൈപ്പ് തുറക്കുമ്പോൾ കാണാം ഇന്ന് വെള്ളം എത്തും എന്നുള്ളതാണ് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞിരുന്നൊരു കാര്യം. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി പമ്പിംഗ് പുനരാരംഭിച്ചു, എല്ലായിടത്തും വെള്ളം ലഭിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എവിടെയും വെള്ളം കിട്ടിയിട്ടില്ല. ഇപ്പോഴും ആ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. പ്രധാനമായും ഈ നേമം ഭാഗത്ത് ആറ്റുകാലിൽ ചില ഭാഗങ്ങളിൽ, കരമന ഭാഗങ്ങളിൽ, വട്ടിയൂർക്കാവ് ഇടങ്ങളിൽ ഇവിടെയൊന്നും തന്നെ വെള്ളം എത്തിയിട്ടില്ല. ആറ്റുകാലിൽ ഞാൻ രാവിലെ ചില ആളുകളുടെ പ്രതികരണം തേടിയിരുന്നു. ആ സമയത്ത് വളരെ ഫോഴ്സ് കുറഞ്ഞ നിലയിൽ ചില വീടുകളിൽ വെള്ളം കിട്ടുന്നുണ്ട് എന്നുള്ളതല്ലാതെ മറ്റെവിടെയും വെള്ളം വന്നിട്ടില്ല. ഈ വെള്ളത്തിന് ക്ഷാമം നേരിടുന്ന ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ലോറികളിൽ വെള്ളം എത്തിക്കുമെന്നുള്ളതായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. പക്ഷെ അത്തരത്തിൽ ഒരു പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ആ ഒരു ബുദ്ധിമുട്ടി പ്രദേശവാസികളൊക്കെ അനുഭവിക്കുന്നുണ്ട്. എന്താണ് ഒരു സാഹചര്യം? നിങ്ങൾ ചാനലുകാരുടെ അന്വേഷണത്തിൽ തന്നെ ഈ പ്രദേശത്തെ രൂക്ഷത എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കും. ഈ പ്രദേശത്ത് 2 അസോസിയേഷനുകളാണ്, നേമം റെസിഡൻസ് അസോസിയേഷനും തെളിയാതിച്ചപുര റെസിഡൻസ് അസോസിയേഷൻ. റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവുമായിട്ടാണ് 2 അസോസിയേഷനും കൂടെ ഏകദേശം 500ഓളം വീടുകളാണ് ഈ പ്രദേശത്തുള്ളത്. ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് കിണറില്ല. എല്ലാ വീടുകളും പൈപ്പ് ആശ്രയിച്ച് കഴിയുന്നതാണ്. പഴയ വയൽ നികത്തിയ പുരയിടമാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു മേഖലയിലും കിണർ കുഴിക്കാൻ കഴിയില്ല. കിണർ കുഴിച്ചാൽ അതിനകത്ത് അഴുക്ക വെള്ളമേ കിട്ടുള്ളൂ. അപ്പോൾ ഈ പൈപ്പ് ആശ്രയിച്ച് കഴിയുന്ന ഈ കുടുംബാംഗങ്ങൾ കഴിഞ്ഞ 5 ദിവസം കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അവർ ദൈനംദിന കാര്യങ്ങളും അവരുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കും കുടിക്കാനുള്ള വെള്ളം പോലും അവർക്ക് കിട്ടുന്നില്ല. ഈ വീടുകളിൽ എല്ലായിടത്തും വില കൊടുത്താണ് വെള്ളം വാങ്ങുന്നത്. ഏകദേശം ഒരു ക്യാൻ വെള്ളം എടുക്കുമ്പോൾ 100 രൂപയോളം, 80-100 രൂപയോളം ചിലവ് വരും. ഇന്ന് 5 ദിവസം കൊണ്ട് ഈ പ്രദേശവാസികൾ ഇത് അനുഭവിക്കുകയാണ്. ഏറ്റവും വലിയ ദുഃഖകരമായ സത്യമാണ്. ഈ പ്രദേശത്ത് നിങ്ങളുടെ ചാനലിൻ്റെ ഒരു മേൽനോട്ടം നടത്തുമ്പോൾ തന്നെ അത് വളരെ വ്യക്തമാവും. വളരെ രൂക്ഷമാണ്. മറ്റ് പല ചാനലുകളും ഈ പ്രദേശത്ത് വന്നു. ഞങ്ങൾ ഇന്നലെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടു, കൗൺസിലറുമായി ബന്ധപ്പെട്ടു, നഗരസഭയുമായി ബന്ധപ്പെട്ടു. അപ്പോൾ വാഹനത്തിൽ വെള്ളം എത്തിച്ചു തരുമെന്ന് പറയുന്നതല്ലാതെ അത് യാഥാർത്ഥ്യം ഇതുവരെയും ആയിട്ടില്ല. ഈ പ്രദേശവാസികൾ പല മേഖലയിലും ചെന്ന്, പല വണ്ടികളിലും ചെന്ന് വണ്ടികളിൽ വെള്ളം കയറ്റി കൊണ്ടുവന്നാണ് അവരുടെ ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നത്. ഇന്നലെ മേയർ പറഞ്ഞത് ലോറികളിൽ ഉൾപ്പെടെ വെള്ളം എത്താത്ത സ്ഥലത്തേക്ക് വെള്ളം എത്തിക്കും എന്നുള്ളതാണ്. പക്ഷേ നേമം പ്രദേശത്ത്, നേമം വാർഡിൻ്റെ ഒരു മേഖലയിൽ ഇതുവരെ വെള്ളം എത്തിയിട്ടില്ല. അങ്ങനെ ഒരു വാഹനം ഞങ്ങളാരും കണ്ടിട്ടില്ല. ഇവിടുത്തെ നിങ്ങളിപ്പോയി സന്ദർശനം നടത്തിയ ഒരു ഭാഗത്തും അങ്ങനെ ഒരു ശ്രദ്ധയിൽ വന്നിട്ടില്ല. വെള്ളം എത്തിച്ചു തന്നു എന്നുള്ള ഒരു മേഖലയിലും ഞങ്ങളെ അറിവിലില്ല. ഇത് എത്രാമത്തെ വാർഡാണ്? ഇത് 49, നേമം 49-ാം വാർഡാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇന്നലെ ഈ മേയർ ഈ പ്രഖ്യാപനം നടത്തിയപ്പോൾ ഇന്ന് രാവിലെയെങ്കിലും നമുക്കൊരു ആശ്വാസം കിട്ടുമെന്നായിരുന്നു നമ്മളൊരു വിശ്വാസം. അപ്പോൾ ആളുകളെല്ലാം വലിയ സന്തോഷത്തിലായിരുന്നു. ഞങ്ങൾ ഇന്നിപ്പോൾ 5 ദിവസത്തെ അവർ പറയുന്നത് അവരെ തുണി നനയ്ക്കാൻ പറ്റുന്നില്ല, ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല, എല്ലായിടത്തും വീട്ടിനകത്ത് സ്മെല്ലാണ്. ഇങ്ങനെ അനവധി പരാതികളാണ് റെസിഡൻസിനെ. ഞങ്ങൾ പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളും കൂടെയാണ്. നമ്മൾ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതികരിച്ചൊക്കെ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ജനങ്ങളെ ഏറ്റവും ആദ്യം വിളിക്കുന്നത് ഞങ്ങളെപ്പോലെയുള്ള പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളെയാണ്. അത്ര രൂക്ഷതയാണ്. വലിയ ബുദ്ധിമുട്ടുണ്ട്. എന്താ വെള്ളമുണ്ടോ? വെള്ളമില്ല. ഇന്ന് 5 ദിവസമായിട്ട് വെള്ളം കിട്ടുന്നില്ല. നമ്മൾ അടുത്തൊരു കിണറുണ്ട്, പക്ഷെ അത് കുടിക്കാൻ പറ്റില്ല. ബാക്കി പുറമേയുള്ള ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങ് മുകളിലൊരു വീട്ടിലൊക്കെ പോയിട്ടാണ് കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വില കൊടുത്താണോ വെള്ളം വാങ്ങിക്കുന്നത്? വില കൊടുത്ത് ഞങ്ങൾ ഇതുവരെ വാങ്ങിച്ചില്ല. മുകളിലുള്ള ഒരു കിണറ്റിൽ നിന്നാണ് കുടിക്കാനായിട്ട് എടുക്കുന്നത്. പിന്നെ അടുത്തുള്ള കിണറ്റിൽ നിന്ന് ബാക്കി പുറമേയുള്ള ആവശ്യം, ബാത്റൂം, അങ്ങനത്തെ ആവശ്യങ്ങൾക്കാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സമീപത്ത് കിണറുള്ള ചുരുക്കം ചില ഇടങ്ങളുണ്ട്. അവിടങ്ങളിൽ നിന്നും വെള്ളം എടുത്താണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഭൂരിഭാഗം ആളുകളും പണം കൊടുത്ത് വെള്ളം വാങ്ങുന്ന അവസ്ഥയുണ്ട്. 80 രൂപയോളം ഒരു ക്യാനിന് കൊടുത്ത് വാങ്ങുന്ന ഒരു സാഹചര്യം നിൽപ്പുണ്ട്. വലിയ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും, അല്ലേ? എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടാണ്. പൈസ കൊടുത്ത്, വില കൊടുത്ത് തന്നെ വെള്ളം വാങ്ങിച്ച് കുടിക്കുന്നത്. ഒരു ക്യാൻ വെള്ളം, ഒരു ടാങ്ക് വെള്ളം പോലും ഇതുവരെ 5 ദിവസമായിട്ട് ഒരു ദിവസം പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതാണ് സത്യം. വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ അവസ്ഥ. അധികൃതർ കാട്ടുന്നത് വലിയ വീഴ്ചയാണ്. വലിയ വീഴ്ച. ഇത് ഈ 5 ദിവസം കൊണ്ട് മേയർക്കായിരുന്നാലും ഈ ഇവിടുത്തെ കൗൺസിലറിനായിരുന്നാലും സുഖമായിട്ട് നമുക്ക് ഒരു ടിന്ന് വെള്ളം ഒരു ദിവസമെങ്കിലും എത്തിച്ചു തരാം. പക്ഷേ ഇതുവരെ എത്തിച്ചു തരില്ല. അതാണ് സത്യം.
ചേച്ചി എന്താ അവസ്ഥ എന്താ? ഇത് 5 ദിവസമായി വെള്ളം കിട്ടിയിട്ട് ഞങ്ങൾ കൊച്ചു കുട്ടി അവരെയൊക്കെ കൊണ്ട് വെച്ചിട്ട് ഒരു 2-3 കിണറിനോട് നമ്മൾ ഇത്രയും പേർക്ക് അവർ വെള്ളം തരുമ്പോൾ അത് കുടിക്കാനും പറ്റില്ല. നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുക. ഇപ്പോൾ വെളിയിൽ നിന്നുള്ള ആഹാരമാണ് നമ്മളെ തീറ്റിയും. ഈ കൊച്ചു മക്കൾക്ക് വരെ 3 നേരം വെളിയിൽ നിന്ന് വാങ്ങിക്കണം. ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചാൽ എത്ര നേരം പോവും? ഒരു വീട്ടിൽ 4-5 പേരുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യും? പൊടി കൊച്ചുങ്ങളൊക്കെ എന്ത് ചെയ്യും വെള്ളം ഇല്ലാതിരുന്നാൽ? നമ്മൾ ഈ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതൊക്കെ ബുദ്ധിമുട്ട്. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. എല്ലാവരും തരണം. എല്ലാവരും പോയി 2-3 കിണറ്റിൽ വെള്ളം എടുക്കുമ്പോൾ അവർക്കും അതിൻ്റെ ഇതില്ല. അവർ തരണവർക്ക് നമ്മളെല്ലാവരും പോയി എടുക്കണ്ടേ? ഒരു വീട്ടിൽ എന്തുമാത്രം വെള്ളം ഉണ്ടെങ്കിൽ അത് എന്താവും? വളരെയേറെ കഷ്ടത്തിലാണ്. അല്ലെങ്കിൽ ഒരു വണ്ടി വെള്ളമെങ്കിലും വിട്ടു തന്നിട്ടില്ല ഇതുവരെ. ഒരു ഇതുമില്ല. 5 ദിവസം കൊണ്ട് എന്തുമാത്രം എന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാം ഇവിടെ. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ? ഇതായിരിക്കുന്നു ഒരു കൊച്ച്. മോള് സ്കൂളിൽ പോക്കില്ല, വെള്ളവും ഇല്ല. എന്ത് ചെയ്യും? കൊച്ചിനെ എന്ത് ചെയ്യാൻ പറ്റും? പരീക്ഷകളും അതുകൾക്ക് വെളിയിൽ നിന്നുള്ള ആഹാരം വാങ്ങിച്ചു കൊടുത്ത് അവർക്ക് വയറിനൊന്നും അങ്ങനെ ചിലത് കഴിച്ചാൽ ചിലത് പിടിക്കൂല. അങ്ങനെ ഒരു പ്രശ്നം കൂടി നിൽപ്പുണ്ട്. കാരണം ആഹാരം പാചകം ചെയ്യണമെങ്കിൽ വെള്ളം വേണം. വെള്ളം ഇല്ലാത്തത് കൊണ്ട് തന്നെ തുടർച്ചയായി 3 നേരവും പുറത്തുനിന്ന് ഈ ഭക്ഷണം ഓർഡർ ചെയ്താണ് ഇവരിൽ പലരും കഴിക്കുന്നത്, കുട്ടികൾക്കും കൊടുക്കുന്നത്. കാരണം ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി പമ്പിങ് പുനരാരംഭിച്ച് തിരുവനന്തപുരം നഗരത്തിൽ വെള്ളം കിട്ടാത്ത എല്ലായിടങ്ങളിലും വെള്ളം എത്തിക്കും എന്നുള്ളതാണ് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞത്. ഏതായാലും ഈ അറ്റകുറ്റപ്പണികളിൽ ഉണ്ടായ ഒരു കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഈ ഒരു പണികൾ ഉൾപ്പെടെ ആരംഭിച്ചത്, വാട്ടർ അതോറിറ്റി പണികൾ ആരംഭിച്ചതാണ് ഈ ജലവിതരണം തടസ്സപ്പെടാനുള്ള ഒരു കാരണമായി പറയുന്നത്. ഈ മേയർ പറഞ്ഞത് കൃത്യമായി അത് ഇൻഫോം ചെയ്യണം എന്നുള്ളതാണ്. ഈ വെള്ളം എത്താത്ത സ്ഥലങ്ങളിലേക്കൊക്കെ കൃത്യമായി വെള്ളം എത്തിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഇതാണൊരു സാഹചര്യം. വെള്ളം ഇല്ല അല്ലേ? വെള്ളമില്ല. വീട്ടിൽ വയസ്സായവരുണ്ട്, അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളമില്ല. കുട്ടിക്ക് ആവശ്യമില്ല. കൈയും കാലും വയ്യാതെയാണ് ഒരിടത്ത് പോയി വെള്ളം എടുത്തിട്ടൊക്കെ വരണം. ഭയങ്കര ബുദ്ധിമുട്ട്. അടുത്തുള്ള വീട്ടിലെ കിണറിൽ നിന്നൊക്കെയാണോ എടുക്കുന്നത്? ഇല്ല, കിണറിൽ നിന്നാണ് എടുക്കുന്നത്. അത് വെളിച്ചെലവിനാണ്. പിന്നെ അല്ലാതെ കുടിക്കാനൊക്കെ വാങ്ങിച്ചാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഈ ഓട്ടോയിൽ ക്യാനിൽ കൊണ്ടുവന്നത് അങ്ങനെ വെള്ളമാണോ? വാങ്ങിച്ചു അങ്ങനെ കൊണ്ടുവന്ന വെള്ളം തന്നെ. ചേച്ചി വീട്ടിലുണ്ട്? ഇല്ല, കുടിവെള്ളവും ഇല്ല. നമുക്ക് പുറത്തുനിന്നാണ് ആഹാരം വാങ്ങുന്നതും വെള്ളം വാങ്ങുന്നതും ഇല്ല. 5 ദിവസം കൊണ്ട് വെള്ളമില്ല. എന്തെങ്കിലും കുടിക്കാനും നമുക്ക് പറ്റൂല. പുറത്ത് നമുക്ക് കിണറ്റിൽ പോയാണ് കോരുന്നത്. അത് സമീപത്തെ കിണർ? അത് കുറച്ച് അങ്ങോട്ട് പോകണം, അപ്പുറത്ത് പോകണം. അടുത്തുമില്ല, അങ്ങ് അപ്പുറത്തോട്ട് പോയാണ് കോരി കൊണ്ടുവരുന്നത്. അത് പുറം ചെലവിന് മാത്രമേ പറ്റുള്ളൂ. 5 ദിവസം കൊണ്ട് വെള്ളമില്ല. പുറത്തു നിന്നാണ് വാങ്ങിച്ച് ആഹാരം കഴിക്കുന്നതും കുടിക്കാനൊക്കെ വെള്ളം എടുക്കുന്നതൊക്കെ. ഇത് ഈ ഉദ്യോഗസ്ഥരൊക്കെ കാട്ടുന്നത് വലിയ തന്നെ കുടിവെള്ളം പോലും ഞങ്ങൾക്ക് തരുമായിരുന്നു. 5 ദിവസം കൊണ്ട് ഒരു ടാങ്ക് വെള്ളം പോലും ഞങ്ങൾക്ക് കൊണ്ടെത്തിച്ചിട്ടില്ല. ഒന്നാമത് സുഖമില്ലാത്തതാണ്. അങ്ങ് ദൂരോട്ടൊക്കെയാണ് പോയി വെള്ളം എടുക്കുന്നതൊക്കെ. ഈ ഭാഗത്തു നിന്നും അല്പം മാറിയാണ്, ദൂരെയാണ് ഒരു കിണറുള്ളത്. ആ കിണറിന്റെ അവിടേക്ക് വരെ നടന്നു പോയിട്ടാണ് ഇവരൊക്കെ വെള്ളം എടുക്കുന്നത്. ഇതിൽ പലരും പ്രായമായവരൊക്കെ ഉണ്ട്. ഇത്രത്തോളം ദൂരം ഈ വെള്ളം ചുമന്നുകൊണ്ട് വരിക എന്നുള്ളത് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ അടിയന്തരമായിട്ടൊരു ഇടപെടൽ നടത്തണം. ഇവർ പറയുന്നത് ഈ അത്യാവശ്യമായി കുറച്ച് വെള്ളം എത്തിക്കുകയെങ്കിലും വേണം. എപ്പോൾ ഈ വെള്ളം എത്തിത്തുടങ്ങും, സുഗമമായി വെള്ളം എത്തിത്തുടങ്ങും എന്നുള്ളതിൽ ഒരു കൃത്യമായൊരു അറിയിപ്പ് പോലും നൽകാൻ നഗരസഭയ്ക്കൊന്നും തന്നെ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ആറ്റുകാൽ പ്രദേശങ്ങളിലാണെങ്കിലും ചിലയിടങ്ങളിൽ വെള്ളം വന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ വളരെ ഫോഴ്സ് കുറഞ്ഞ നിലയിലാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. അതും കൊണ്ടും പ്രയോജനമില്ല എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോഴും ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല എന്നുള്ളത് നമുക്ക് ഇവർ പറയുന്നതിൽ നിന്നൊക്കെ വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ് അമ്മ, എന്താ അവസ്ഥ? എന്താ? 5 ദിവസം കൊണ്ട് വെള്ളമില്ല. കൊച്ചുങ്ങളൊക്കെ ഉള്ളതാണ്. അവർക്ക് ഒരുപാട് വെള്ളം ചിലവല്ലേ. നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിച്ച് കുടിക്കാനുള്ള നിവർത്തിയും ഇല്ല. ആഹാരവും അതുപോലെ എണ്ണ പുറത്തിന് വാങ്ങിച്ച് കഴിക്കാനുള്ള നിവർത്തിയും ഇല്ല. അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ്. മക്കളൊക്കെ ഉണ്ട് വീട്ടിൽ? കുഞ്ഞു മക്കളൊക്കെ ഉണ്ടോ? അതാണ്ട് എനിക്കുണ്ടോ. ഇവര് സ്കൂളിൽ കുറെ ദിവസമായിട്ട് സ്കൂളിലൊന്നും പോകുന്നുണ്ടായിരിക്കില്ല അല്ലേ? ഇല്ല, മെനിയാന്ന് വരെയും പോയി, വെള്ളിയാഴ്ച വരെയും പോയി. പിന്നെ അതിനുശേഷം അവധിയല്ലേ 2 ദിവസം. അപ്പം ഇന്ന് പോവാനുള്ളത്. അപ്പം പിന്നെ പോയില്ല. തീർച്ചയായും രശ്മി, വളരെ കൃത്യമാണ് അവരുടെ മറുപടികളിൽ അവർ നേരിടുന്ന പ്രയാസങ്ങൾ. ില്ല പക്ഷേ എല്ലായിടത്തും കിണറില്ല. പ്രത്യേകിച്ച് ഈ ഭാഗത്തൊന്നും കിണർ കുഴിക്കാനും കിണറിൽ നല്ല വെള്ളമൊന്നും കിട്ടില്ല. അതുകൊണ്ട് പൈപ്പിനെയാണ് ആശ്രയിക്കുന്നത്. അപ്പം നഗരസഭ ചെയ്യേണ്ടത് അത്യാവശ്യം കുറച്ച് ടാങ്കർ ലോറിയിൽ നിന്നെങ്കിലും വെള്ളം ഇവിടെ സപ്ലൈ ചെയ്യണമായിരുന്നു. 2 ദിവസം എന്നാണ് അവർ പറഞ്ഞത്. 1 ദിവസം എന്നാണ് പറഞ്ഞത്. പിന്നെ 2 ദിവസമായി, ഇപ്പം 5 ദിവസമായി. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷന് ചെയ്യാവുന്നതിന് ഒരു പരിധിയുണ്ട്. ആ പരിധിക്കകത്ത് നിന്ന് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ടാങ്കർ ലോറിയിൽ നിന്ന് വെള്ളം അടിച്ച് കൊടുക്കാൻ ശ്രമിക്കും. ഞാൻ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറിയും പുള്ളി പ്രസിഡൻറ്റുമാണ്. പക്ഷേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നഗരസഭയായിട്ട് ബന്ധപ്പെടാൻ മാത്രമേ ഉള്ളൂ. ബന്ധപ്പെട്ട് അവരൊന്നും വയ്ക്കാൻ ഒരു മറുപടിയും കിട്ടുന്നില്ല. വാട്ടർ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടു. എല്ലാവരും കിട്ടുമെന്ന് പറയുന്നതല്ലാതെ വ്യക്തമായ ഒരു മറുപടി അവർക്കും തരാൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് ഇവരോടും പറയാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മളും ബുദ്ധിമുട്ടിലാണ്. കിണറുള്ളവർ മാത്രമേ ഉള്ളൂ. കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. ഇത്രയും ദൂരമൊക്കെ ചുമന്നുകൊണ്ട് വരാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതും
അതുകൊണ്ട് നഗരസഭ ചെയ്യേണ്ടത് വെള്ളം കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ അത്യാവശ്യമായിട്ട് ടാങ്കർ ലോറികളിൽ വീട്ടമ്മമാർക്ക് കൊടുക്കണം. വീട്ടമ്മമാരെ സംബന്ധിച്ച് മേയർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എറണാകുളത്ത് നിന്ന് ഉൾപ്പെടെ വെള്ളം എത്തിക്കുന്നുണ്ട്, അപ്പോൾ എല്ലാവർക്കും വിതരണം ചെയ്യുന്നതാണ്. പക്ഷേ കിട്ടിയിട്ടില്ല. നമുക്കിവിടെ ആർക്കും കിട്ടിയിട്ടില്ല. ഇവിടെ ഒരു സ്ഥലത്ത് പോലും ഒരു ടാങ്കർ ലോറി പോലും വെള്ളം കൊണ്ടുവന്നിട്ടില്ല. അത് പ്രായോഗികമായി ഉള്ള ബുദ്ധിമുട്ടാണ്. കാശ് കൊടുത്ത് വെള്ളം കുടിക്കാനുള്ള വെള്ളം വാങ്ങാം, മറ്റാവശ്യങ്ങൾക്ക് കൊണ്ട് കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, അപ്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചെയ്യേണ്ട ടാങ്കർ ലോറി ഇല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് വെള്ളം ഇവിടെ കൊണ്ടുവന്ന് കുറേ പേർക്കെങ്കിലും സപ്ലൈ ചെയ്യണം. അത് അത്യാവശ്യം ചെയ്യേണ്ടതാണ്. അത് നമുക്ക് ചെയ്യാൻ പറയാമെന്നല്ല, നമുക്ക് അവരെ ഇൻസിസ്റ്റ് ചെയ്യാം. നമ്മളെല്ലാവരും വാട്ടർ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടു, നഗരസഭയുമായിട്ട് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ടു, എല്ലാവരും പറയുന്നത് വരും ശരിയാവുന്നു. പക്ഷേ ആ ശരിയാക്കൽ എത്രത്തോളം നടക്കുമെന്ന് കണ്ടറിയാം. വിനോദ്, എന്നോടൊപ്പം ഉള്ളത് നിരവധി പേരാണ്. നമ്മളിപ്പോൾ ഒരുപാട് പേരുടെ പ്രതികരണം തേടിയിരുന്നു. ഇത്രത്തോളം ആളുകളുണ്ട്. ഇവരൊക്കെ ഈ കുടിവെള്ളത്തിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളുടെ അരികിലേക്ക് വന്നത്. ഇവിടെ സമീപത്ത് ഒരു ഓട്ടോ നമുക്ക് കാണാൻ കഴിയും. ഈ ഓട്ടോയിൽ നിന്ന് ഉൾപ്പെടെ ഇത്തരത്തിൽ വെള്ളം എത്തിച്ചാണ് ഇവിടേക്ക് എത്തിക്കുന്നത്. ഇതൊക്കെ വില കൊടുത്തും അല്ലാതെയും ഒക്കെ തന്നെ ഈ റെസിഡന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലൊക്കെ ഇവരെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ പരമാവധിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പോരാ. നിരവധി കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഭക്ഷണം കഴിക്കാതെയും 1-2 ദിവസമൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ വെള്ളം എന്നുള്ളത് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട ഒരു കാര്യമാണ്. നമുക്ക് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിർവഹിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കുഞ്ഞു കുട്ടികളുണ്ട്, വളരെ പ്രായമായവരുണ്ട്. ഇവർക്കൊക്കെ പുറത്തുനിന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ്. ഇവർക്ക് തുടർച്ചയായ 5 ദിവസം 3 നേരവും പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് ഹോട്ടലുകളിൽ നിന്നൊക്കെ തന്നെ ഭക്ഷണം നൽകുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ പലതും ഉണ്ടാകും. അത്തരത്തിൽ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കുഞ്ഞുങ്ങൾക്ക് വയറിനുൾപ്പെടെ അസുഖങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കുടുംബത്തിലുള്ളവരൊക്കെ തന്നെ പറയുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ ഓട്ടോയിൽ നിന്നും ഇവർ ഈ വെള്ളം ചുമന്ന് വീടിനകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഈ വെള്ളം പൂർണ്ണമായി ലഭിച്ചു എന്ന് മേയർ ഉൾപ്പെടെ പറയുമ്പോൾ എവിടെയാണത് ലഭ്യമായത് എന്നുള്ളതാണ് ഉയരുന്ന ഒരു ചോദ്യം. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടുകൂടി പമ്പിംഗ് പുനരാരംഭിച്ചു. തിരുവനന്തപുരം നഗരത്തിന്റെ വെള്ളം കിട്ടാത്ത ഇടങ്ങളിലെല്ലാം വെള്ളം എത്തിക്കും എന്നുള്ളതായിരുന്നു വാഗ്ദാനം. പക്ഷേ മന്ത്രി ആ മേഖലയിൽ പ്രത്യേകിച്ച് നമുക്കറിയാം, രശ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെള്ളമില്ല എങ്കിൽ നമുക്ക് ജീവിക്കാനാവില്ല. ആഹാരമില്ലാതെ വേണമെങ്കിൽ ഒരു ദിവസം, അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ളവരാണെങ്കിൽ 2 ദിവസമൊക്കെ പിടിച്ചു നിൽക്കാം. പക്ഷെ വെള്ളമില്ല എങ്കിൽ ഒരു കാര്യവും നടക്കില്ല. അത്രമാത്രം പ്രാഥമിക മനുഷ്യജീവിതത്തിന് ആവശ്യമാണ് വെള്ളം. സ്വാഭാവികമായും പൈപ്പ് തകരാർ വന്നാൽ ആ മേഖലയിലേക്ക് പകരം ലോറികളിൽ വെള്ളം എത്തിച്ചിട്ട് വേണം അറ്റകുറ്റപ്പണി നടത്താൻ. ഇതൊരു അറിയിപ്പും കൊടുക്കാതെ വളരെ പെട്ടെന്ന് വെള്ളം ഇല്ലാതാക്കുന്നൊരു അവസ്ഥ ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറ്റവും ദുരിതപൂർണമായ ദിനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അഖിൽ പാലോട്ടുമടം കൂടി ചേരുന്നു. അഖിൽ, ഈ കൃത്യമായി നഗരപ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കേണ്ട ചുമതല കോർപ്പറേഷനുണ്ട്. വാട്ടർ അതോറിറ്റി ആണ് അതിന് ഉത്തരവാദിയെങ്കിലും കോർപ്പറേഷനാണ് ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത്. പക്ഷേ ഇതൊന്നും ചെയ്യാതെ, ഒരു മുന്നറിയിപ്പും കൊടുക്കാതെ, ഒരു സുപ്രഭാതമല്ല ഒരു രാത്രിയിൽ തന്നെ വെള്ളം വളരെ പെട്ടെന്ന് ഇല്ലാതാകുന്ന അവസ്ഥ. പകരം വെള്ളം എത്തിക്കുന്നുമില്ല. പാവങ്ങൾ വലയുകയാണ്. പണമുള്ളവൻ കാശ് കൊടുത്ത് വെള്ളം വാങ്ങും, അല്ലെങ്കിൽ ബന്ധുവീടുകളിലേക്ക് മാറും, ഹോട്ടൽ ഭക്ഷണം വാങ്ങും. സാധാരണക്കാർ ഈ വെള്ളമില്ലാതെ എങ്ങനെ ജീവിക്കും? ഇവരൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിന് കോർപ്പറേഷന് മറുപടി ഉണ്ടോ അഖിൽ? വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവിഭാജ്യമായ ഒരു ഘടകമാണ് കുടിവെള്ളം എന്ന് പറയുന്നത്. പ്രാഥമികമായ കാര്യങ്ങൾക്ക് പോലും വെള്ളമില്ലാതെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷം പോലും കടന്നു പോകാൻ സാധിക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ നിൽക്കുന്നത് നേമം, അതായത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഒരു മന്ത്രിയുള്ള നിയോജക മണ്ഡലത്തിലാണ്. അത് ആ നേമത്താണ് ഞാൻ നിൽക്കുന്നത്. നേമത്ത് സ്റ്റുഡിയോ റോഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിലവിൽ ഇവിടെ നിൽക്കുന്നത്. ഞാനിപ്പോൾ ഒരു വീട്ടിലാണ് നിൽക്കുന്നത്. അവിടെ ഞാൻ പൈപ്പ് തുറന്ന് ഇവിടുത്തെ അവസ്ഥ ഞാൻ കാട്ടിത്തരാം. ഇവിടെ എല്ലാവരും വെള്ളത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. ഞാൻ രാവിലെ വീട്ടുകാരോട് സംസാരിക്കുന്ന സമയത്ത് ഇതാണിപ്പോൾ തിരുവനന്തപുരം നഗരസഭയിലെ ഒരു പൈപ്പ് തുറന്നാലുള്ള അവസ്ഥ ഇതാണ്. അതായത് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയാണ് തിരുവനന്തപുരം നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട, അതായത് മന്ത്രിയുള്ള ഒരു നിയോജക മണ്ഡലത്തിലെ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ജില്ലയിലെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ഒരു മന്ത്രിയുള്ള ജില്ലയിലെ ഒരു നിയോജക മണ്ഡലത്തിൻ്റെ അവസ്ഥയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയേണ്ടത് തന്നെ, ഇപ്പോൾ നമ്മളോടൊപ്പം കുട്ടികളുണ്ട്. ഞാൻ 1-2 കുട്ടികളോട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് വെള്ളം വന്നില്ലെങ്കിലും കുഴപ്പമില്ല, സ്കൂളിൽ പോകണ്ടല്ലോ എന്നൊരു ആശ്വാസം അവർ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ചില കുട്ടികൾക്കൊക്കെ അപ്പുറത്ത് പ്രദേശങ്ങളിലുള്ളവർക്ക് ഇത് വെള്ളം ഇല്ലെങ്കിലും ഉള്ള ബുദ്ധിമുട്ട് അവർ നേരത്തെ പറഞ്ഞിരുന്നു. വീട്ടമ്മമാരടക്കം നമ്മളോട് പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടുത്തെ വാർഡ് കൗൺസിലർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എത്ര ദിവസമായി പ്രദേശത്ത് വെള്ളമില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തുടങ്ങിയിട്ട്?
നമുക്കിപ്പോൾ ഏകദേശം 5 ദിവസമായി, ഇന്നത്തെ ദിവസവും കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾക്ക് 2 ദിവസം വെള്ളം കാണൂല എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ട് അറിയിപ്പ് തന്നിരുന്നത്. പക്ഷേ ഇത്രയും ദിവസം നീണ്ടു പോകുന്നുവെങ്കിൽ അതിനുള്ള ബദൽ മാർഗ്ഗങ്ങൾ കണ്ടെത്തിയിട്ട് വേണമായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. ഒരു വാർഡ്, എൻ്റെ വാർഡിൽ തന്നെ 12,000-ഓളം ആൾക്കാരുണ്ട്, 2,300-ഓളം കുടുംബങ്ങളുണ്ട്. അതിൽ 80% ആൾക്കാരും പൈപ്പ് വെള്ളത്തിനെയാണ് ആശ്രയിക്കുന്നത്. അപ്പം ഇത്രയും ഒരു സംവിധാനം 44 വാർഡ് വരുമ്പോഴത്തേക്കും എത്രായിരം ജനങ്ങൾ വരുന്നു എന്നുള്ളതൊന്ന് ചിന്തിക്കണം. അപ്പോൾ ഇവർ കോർപ്പറേഷൻ ആയിരുന്നാലും ശരി, വാട്ടർ അതോറിറ്റി ആയിരുന്നാലും ശരി, വിളിച്ചാൽ നിങ്ങൾക്ക് ടാങ്കറിൽ വെള്ളം കൊണ്ടുവരാം, ഞങ്ങൾ ടോൾ ഫ്രീ നമ്പർ ഇറക്കിയിട്ടുണ്ടെന്നും പറഞ്ഞ് എല്ലാ സംവിധാനവും ചെയ്തു വെച്ചിട്ട് ഞങ്ങൾ കൗൺസിലർമാർ വിളിക്കുമ്പോൾ പോലും മേയർ ഫോൺ എടുക്കത്തില്ല. ഒരു ടാങ്കർ അറേഞ്ച് ചെയ്യാൻ പറയുമ്പോൾ ടാങ്കർ രാവിലെ വിളിച്ച് ബുക്ക് ചെയ്ത് തീർച്ചയായും വൈകുന്നേരം എത്തുമെന്ന് പറഞ്ഞു. വളരെ പ്രതിസന്ധിയിലൂടെയാണ് നഗരവാസികൾ കടന്നു പോകുന്നത്. നമുക്ക്